ഹലോ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വയനാട്ടിൽ നല്ല ശക്തമായ കാറ്റും മഴയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ഡാമിലൊക്കെ ജലനിരപ്പ് നല്ലോണം ഉയർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് രാവിലെ ബാണാസുര സാഗർ ഡാമിന്റെ ഷട്ടർ കുറച്ചും കൂടി ഉയർത്തിയിട്ടുണ്ട്. നമ്മൾ ഇതുവഴി വന്ന് നോക്കിയ സമയത്ത് നല്ല പോലെ വെള്ളം പുറത്തേക്ക് ഒഴുക്കി വിടുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. അപ്പോൾ ഇതിന്റെ കുറച്ച് വിഷ്വൽസ് ഒക്കെ നമ്മൾ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന്. നമ്മളപ്പോൾ ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ബാണാസുര സാഗറിന്റെ എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ആ ചരിഞ്ഞ സ്ലോപ്പായിട്ട് നിറയെ പുല്ലൊക്കെ നട്ട് വളർത്തിയിട്ട് മേളിൽ ഇങ്ങനെ സോളാറിന്റെ ഒക്കെ പാനലുകളൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നോർമലി ഇവിടെ ഒരുപാട് അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ ഹെവി മഴയും ഈ ഒരു മൺസൂണിന്റെ ഒരു കാലാവസ്ഥയൊക്കെ ആയത് കാരണം അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും അധികം തന്നെ ഇല്ല. എന്നാലും ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ചെറുതായിട്ട് സ്പീഡ് ബോട്ടൊക്കെ. അപ്പൊ നമുക്ക് പോയി നോക്കാം എന്തൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ളതൊക്കെ. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാനാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറുണ്ട്. പിന്നെ നമ്മൾ ഡാമിന്റെ മേളിലൂടെ വാക്വേയിലൂടെ നടക്കാനാണെങ്കിൽ ഒരു മണിക്കൂറിന് മേളിലൊക്കെ ടൈം എടുക്കും. അപ്പോൾ നമുക്ക് എല്ലാം ഒക്കെ പെട്ടെന്ന് കണ്ടുവരാനാണെങ്കിൽ പിന്നെ നടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വാൻ സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് വാൻ സർവീസ് എടുക്കാം. നമ്മളെന്തായാലും കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കേണ്ടതുകൊണ്ട് നടക്കാമെന്ന് ഡിസൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് പോയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്ന വിഷ്വൽസ് അടിപൊളിയല്ലേ, നിറയെ പുല്ലൊക്കെ ആയിട്ട്. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരു മനോഹാരിത കൊണ്ട് തന്നെ വയനാടിനകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്നും, അതിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് നമ്മുടെ ഈ ഡാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ വയനാടിന് പുറത്തൊക്കെയുള്ള ആളുകൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയാണ്, കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു 20-21 കിലോമീറ്ററേ നമ്മുടെ ബാണാസുര സാഗർ ഡാമിലേക്കുള്ളൂ. അതായത് പടിഞ്ഞാറത്തറ പഞ്ചായത്തിലാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. 1 കിലോമീറ്ററോളം ഏകദേശം നീളത്തിലാണ് മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഡാം ഉള്ളത്. ഇതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ആളുകൾക്കുള്ള കൃഷി ആവശ്യം, അതുപോലെ തന്നെ കുടിവെള്ളം ഒക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ജലസേചന പദ്ധതിയായിട്ട് ഈ ഒരു ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതിയിലേക്കാണ് ഇവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നത്. നമ്മൾ പണ്ടൊരിക്കലും മുന്നേ ഒരു വീഡിയോ നമ്മൾ കക്കയം ഡാമെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. കക്കയം ഡാമിലേക്ക് ഇവിടുന്ന് പൈപ്പിലൂടെ വെള്ളം എത്തിക്കുന്നത് നമ്മുടെ ബാണാസുര സാഗർ ഡാമിൽ നിന്നാണ്. അപ്പോൾ ഇവിടുത്തെ മേലെ കയറി കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പോയിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്.
ഇപ്പോൾ നമ്മൾ ബാണാസുര സാഗറിൻ്റെ ബോട്ടിംഗ് ഏരിയയിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് പേര് ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇന്ത്യയിലെ തന്നെ മണ്ണുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള അണക്കെട്ടുകളിൽ ഏറ്റവും വലുത് ബാണാസുര സാഗർ അണക്കെട്ടാണ്. അതുപോലെ തന്നെ ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ അണക്കെട്ടും ബാണാസുര സാഗർ തന്നെയാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് അണക്കെട്ടിനും പരിസരവും ഒരുക്കിയിട്ടുള്ളത്. നടക്കാനായിട്ട് നടപ്പാതയും മറ്റുമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. കബനി നദിയുടെ ഒരു പോഷക നദിക്ക് കുറുകെയാണ് ഈ അണക്കെട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചുറ്റും പരിസരവും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കാണുന്നത് ബാണാസുര ഹിൽസ് ആണ്. ഇവിടെ ട്രെക്കിങ്ങും അങ്ങനെ മറ്റു അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ നടത്താറുണ്ട്. ഇതൊക്കെ കൂടാതെ കുട്ടികൾക്കും വലിയവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഊഞ്ഞാൽ, അങ്ങനെ കുറച്ച് സ്പോർട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആക്ടിവിറ്റീസ് ഒക്കെ. അതൊക്കെ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ട്.